സർക്കാർ വകുപ്പുകളുടെ പോരായ്മകൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തുറന്നടിച്ച് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ച. തുടർഭരണം സഖാക്കളിൽ മൂല്യച്യുതി ഉണ്ടാക്കിയെന്നും പ്രധാന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ പാർട്ടി നയത്തിന് ചേരുന്നതല്ലെന്നും വിമർശനമുയർന്നു. DYFI ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മാത്രമായി ഒതുങ്ങിയെന്നും രൂക്ഷ വിമർശനം. പ്രതിനിധി സമ്മേളനത്തിൽ ഇന്നും ചർച്ച തുടരും. നാളെ വൈകിട്ടാണ് പൊതുസമ്മേളനം. സമ്മേളനകാലം CPMന് തിരുത്തൽ സമയമാണ്. സ്വയം ശുദ്ധീകരിക്കുന്നതിനൊപ്പം വിമർശനങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് നീങ്ങുക. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അടിമുടി നിറഞ്ഞു നിൽക്കുന്നത് തിരുത്തലിനുള്ള വഴികളാണ് പ്രതിനിധി ചർച്ചകളിൽ ഉയരുന്നത്. പാർട്ടി സെക്രട്ടറി വേദിയിലിരുത്തി പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രി വേദിയിലിരുത്തി സർക്കാരിനെതിരെയും വിമർശനങ്ങൾ തൊടുത്തത് പ്രകടമായ മാറ്റത്തിന്റെ കാഴ്ചകളായി മാറി. പാർട്ടി ദൗർബല്യം തുറന്നു പറയുന്ന സംഘടനാ റിപ്പോർട്ടിൽ തുടക്കം മുതൽ വിമർശനങ്ങൾ നിറഞ്ഞു നിന്നതും തിരുത്താനുള്ള വഴിയൊരുക്കലിന്റെ ഭാഗമായി കൂടിയാണ്. തുടർഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതിയുണ്ടായെന്നും പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം പൊതുചർച്ചയിലേക്ക് കടന്നതോടെ വിമർശനങ്ങൾ ഒന്നുകൂടി കടുത്തത് പാർട്ടി നിലപാട് എന്തെന്ന് വ്യക്തമാക്കുന്നതാണ്. ADGP MR അജിത് കുമാറിന് DGP സ്ഥാനം നൽകാൻ സർക്കാർ തീരുമാനിക്കേണ്ടതില്ലായിരുന്നുവെന്നും കോടതി വഴി വന്നിരുന്നെങ്കിൽ പറഞ്ഞു നിൽക്കാൻ വകയുണ്ടായിരുന്നെന്നുമാണ് പ്രതിനിധികൾ ഉയർത്തിയ വാദം. സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ടെങ്കിലും വകുപ്പിനെതിരായ വിമർശനം പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നത് ഒരു പ്രതിസന്ധിയുമില്ലാതെയാണ്. ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണ്. ധനപ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നാലെ വർഗ ബഹുജന സംഘടനകളെയും വെറുതെ വിടാൻ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ തയ്യാറാകാതിരുന്നത് പാർട്ടി നിയന്ത്രണം കടുപ്പിക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി തന്നെയാണ്. DYFI ചാരിറ്റി സംഘടനയായി മാറി. യൂണിവേഴ്സിറ്റി കോളേജിലും ഹോസ്റ്റലിലും SFI വഴിവിട്ട ഇടപാടുകൾ നടത്തുന്നു. ഇങ്ങനെ ചില വിമർശന സ്വരങ്ങൾ ഉയർത്തി പുതുതലമുറ സഖാക്കൾക്കെതിരെയും വടിയെടുക്കാൻ പാർട്ടി മറന്നില്ല. പ്രതിനിധി സമ്മേളനത്തിൽ ഇന്നും ചർച്ച തുടരും. വിമർശനങ്ങൾക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നാളെ മറുപടി നൽകും. നാളെ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. V ജോയ് വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തുടരും. 4 പേർ പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ വരാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം.